ഡെൻമാർക്ക് എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. കേവലം 60 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണത്. ആ രാജ്യം പക്ഷേ നമുക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട രാജ്യമാകാനുള്ള കാരണം ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ തന്നെ കുറച്ചുകൂടി മുൻപിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ ഡെൻമാർക്ക് ആണെങ്കിലും സ്വീഡൻ ആണെങ്കിലും ഫിൻലൻഡ് ആണെങ്കിലും അത്തരത്തിലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ വലിയ ഉയർന്ന നിരക്കിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. പലപ്പോഴും ആളുകൾക്ക് ചെന്ന് താമസിക്കാൻ തോന്നുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഈ രാജ്യങ്ങളെക്കുറിച്ചൊരു 3 കൊല്ലം മുമ്പ് മാത്യു സാമുവലിൻ്റെയൊക്കെ ചാനലിൽ നാരദ ന്യൂസിലൊക്കെ തന്നെ ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയുമൊക്കെ തന്നെ ഒരു റൈറ്റ് വിങ് അജണ്ടകളൊക്കെ തന്നെ പിടിമുറുക്കുന്ന കാര്യമുണ്ടായിരുന്നു. റൈറ്റ് വിങ് അജണ്ടകളുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് പിടിമുറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പിടിമുറുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണാനിടയായി, പ്രത്യേകിച്ചും ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ തന്നെയാണ്. ആ വാർത്ത എന്ന് പറയുന്നത് ആസാൻ അഥവാ ആധാൻ എന്ന് വിളിക്കുന്ന ബാങ്ക് വിളികൾ അവിടെ നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മുസ്ലിം പള്ളികൾക്കകത്ത് നിന്ന് മോസ്കുകൾക്കകത്ത് നിന്ന് വലിയ സൗണ്ട് ഉണ്ടാക്കി പുറത്തേക്ക് കേൾക്കുന്ന രീതിയിൽ ബാങ്ക് വിളികൾ പാടില്ല എന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കൂടുതലായി തന്നെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ പിന്നിൽ ഒരു മതപരമായിട്ടുള്ള വിഭജനം കൂടിയതിൻ്റെ കൂടി ലക്ഷണമാണ് എന്നുള്ളതൊക്കെ തന്നെ നമുക്കറിയാം. അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു നിങ്ങളോട്, കൃത്യമായി പറഞ്ഞാൽ 60,26,000 വരുന്ന ജനസംഖ്യ മാത്രമേ ഈ 2026 അവിടെ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള ജനസംഖ്യയിൽ കേവലം 2,70,000 വരുന്ന മുസ്ലിം സമുദായ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അത്രയും കുടുംബങ്ങളേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പോപ്പുലേഷൻ്റെ 5% അവർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആളുകൾ കേവലം 1.5%. ആ 1.5% ഹിന്ദുസും ബുദ്ധിസ്റ്റും അതുപോലെ ജൂതന്മാരുമായിട്ടുള്ള ആളുകളൊക്കെ തന്നെയുണ്ട്. ബാക്കി ഒരു 69-70% ഒക്കെ തന്നെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് എന്ന് വിളിക്കാവുന്ന ആളുകളാണ്. പക്ഷേ അതിൽ ഒരു 20% ആളുകൾ പോലും അവിടെ മതം തൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഇടപെടുന്നുണ്ട് എന്ന് വിചാരിക്കാത്ത ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ തവണ അവിടെ ഇലക്ഷൻ നടന്നപ്പോൾ 2026 അവിടെ ഇലക്ഷൻ നടന്ന 2026 കഴിഞ്ഞ ലോകത്തിൽ മുഴുവൻ 2024 വലിയ ഇലക്ഷൻ നടന്നിരുന്നു ഏതാണ്ട് പകുതിയോളം രാജ്യങ്ങളിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഇലക്ഷൻ നടന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഈ പറയുന്ന ഡെൻമാർക്ക് എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ നിരവധി തവണകളായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മേറ്റ ഫ്രെഡറിക്സൺ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. അവർക്ക് വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള താരതമ്യേന യങ്ങായിട്ടുള്ള ഒരു ലേഡിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പാർട്ടിക്ക് കഴിഞ്ഞ തവണ അവിടെ വലിയ തിരിച്ചടി ഏറ്റു എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. 179 സീറ്റുകളിൽ 38 സീറ്റുകൾ മാത്രമാണ് അവർക്ക് ലഭിക്കാൻ കഴിഞ്ഞത്. 1903 പോയിൻ്റ് വോട്ടുകൾ മാത്രമാണ് ലഭിക്കാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ അവർക്ക് കേവലം 21.9% വോട്ടുകൾ, നമുക്കൊരു 22% എന്ന് കൂട്ടിയാൽ അത്രത്തോളം വോട്ടുകൾ മാത്രമാണ് അവർക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അവരവിടെ ഒരു കൊളീഷൻ ഗവൺമെൻറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വാർത്തകളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു സെൻട്രൽ റൈറ്റ് ലെഫ്റ്റ് പാർട്ടി, സെൻട്രൽ ലെഫ്റ്റ് പാർട്ടികളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതൊക്കെയാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത്. അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു കൊളീഷൻ ഗവൺമെൻറ്റാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അവിടെ റൈറ്റ് വിങ് ഐഡിയോളജികൾക്കുള്ള പ്രാധാന്യം വളരെ വളരെ കൂടുന്നുണ്ട് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയിട്ടുള്ളത് 77 സീറ്റുകളാണ് ഈ റൈറ്റ് വിങ് നാഷണലിസ്റ്റ് അജണ്ടകൾ പേർന്ന പാർട്ടികൾക്കെല്ലാം തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ പല തരത്തിലുള്ള സമ്മർദ്ദമുണ്ട്. 3 കൊല്ലം മുമ്പ് തന്നെ 3-4 കൊല്ലം മുമ്പ് തന്നെ ഈ ഡെൻമാർക്കിൽ മുസ്ലിം സമുദായത്തിലെ ആളുകളൊക്കെ തന്നെ ഒരുമിച്ച് താമസിക്കരുത്, അവർക്ക് പല പല സ്ഥലങ്ങളിലായി താമസിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് വിട്ടുപോകണമെങ്കിൽ ഞങ്ങൾ പണം തരാം എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലൊക്കെ തന്നെ വലിയ പുതുമയൊന്നുമില്ല. കാരണം ആ പുതുമയില്ലാത്തതിൻ്റെ കാര്യം നേരത്തെ 2025 അവിടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നിരുന്നു. ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് ശേഷം പ്രാദേശിക ഭരണകൂടങ്ങൾ മിക്ക സ്ഥലങ്ങളിലും തന്നെ ഇത് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ റൈറ്റ് വിങ് അജണ്ടകൾ പേറുന്ന വലിയ രാഷ്ട്രീയ പാർട്ടികളും ഏതാണ്ട് ഇപ്പോൾ അതിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്ന ലെഫ്റ്റ് ലീനിയൻ്റ് ആയിട്ടുള്ള പാർട്ടികളും ഒക്കെ തന്നെ പറയുന്നൊരു കാര്യം, ഒരു ഇക്കണോമിക് സിവിലൈസേഷൻ എന്ന് പറയുന്ന ഈ ഇസ്ലാമിക് സിവിലൈസേഷൻ എന്ന് പറയുന്ന ഇക്കണോമിക് അല്ല, ഇസ്ലാമിക് സിവിലൈസേഷൻ എന്ന് പറയുന്ന ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു അവരുടെ സംസ്കാരം അവർ സ്വന്തം ജനസംഖ്യയിലേക്ക് പതുക്കെ
പതുക്കെ അരിച്ചു കയറാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വാദങ്ങൾ അവിടെയുണ്ട്. ഈ വാദങ്ങളൊക്കെ ഉയർത്തുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രാഷ്ട്രീയമായി ആളുകളെ സംഘടിപ്പിച്ച് ഭരണത്തിലെത്താൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് സ്വീഡനിലാണെങ്കിലും അതുപോലെ ഡെൻമാർക്കിലാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കൂടി വരുന്നുണ്ട്. അതിലൊക്കെ കുറേ പേര് വീഴുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. സ്വീഡനിലാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ നിന്ന് ഖുറാൻ കത്തിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതുപോലെ 3 കൊല്ലം മുമ്പ് തന്നെ ഇതുപോലെ സ്വീഡനിൽ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന്, മോസ്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് യഥാർത്ഥത്തിൽ ഖുറാൻ കത്തിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണാമായിരുന്നു. അത്തരത്തിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ആളുകളുണ്ട്. ഡെൻമാർക്കിലും അതുപോലെ തന്നെ മറ്റു പല ഇതുപോലെയുള്ള യൂറോപ്പ് രാജ്യങ്ങളിലുമൊക്കെ തന്നെ മോസ്കുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡെൻമാർക്കിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നതിന് അവർ തടഞ്ഞിരുന്നു. ഈ 2,70,000-ഓളം പേർക്ക് ഏതാണ്ട് 100-ലധികം വരുന്ന മോസ്കുകളുണ്ട്. അപ്പോൾ അവരുടെ ഉള്ള ചില അതിൽ തന്നെയുള്ള ഈ മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം പേറുന്ന ചില എക്സ്ട്രീമിസ്റ്റ് വാദികളുടെ ചില പ്രവർത്തനങ്ങളുമൊക്കെ ഇതിന് ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. അല്ലെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് കൂടി പറയാതെ വയ്യ. അപ്പം അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അവിടെ വലിയൊരു തോതിലുള്ള ചെറിയ ചെറിയ ആളുകളുടെ മനസ്സിലുള്ള വിഭജനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂടുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ തീരുമാനങ്ങൾ കൂടി എടുക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ ഈ തീരുമാനത്തിന് വലിയ പുതുമയൊന്നുമില്ല. ഇത് ലോക്കൽ ബോഡീസൊക്കെ തന്നെ ഏതാണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള തീരുമാനമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇതിനിപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചാൽ പോലും അത് വലിയ തോതിലുള്ള ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് തയ്യാറാകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ തയ്യാറാകേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം നാളെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊന്നും പറ്റുന്നൊരു കാര്യമില്ല. കാരണം അവരുടെ ഭരണഘടന പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുഷ്ഠിക്കാനും അതിൻ്റെ ആചാരങ്ങളനുസരിച്ച് ജീവിക്കാനും ഒക്കെ അധികാരമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതൊക്കെ ഒരു വാസ്തവമാണ്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, ലോകം മുഴുവനുള്ള നിരവധി രാജ്യങ്ങളിൽ വളരെ സമാധാനമായി സന്തോഷമായി ജീവിക്കുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ 2 തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജികൾക്കും കുറച്ചുകൂടി പ്രാധാന്യം വന്നിരിക്കുന്നു. അതിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഐഡിയോളജികൾക്ക് അവിടെ പ്രാധാന്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരായിട്ടുള്ള ഒരു ഐഡിയോളജി ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ പേരിൽ ആളെ കൂട്ടി ഭരണത്തിലെത്താനും ഒക്കെ കഴിയുന്ന ഒരു ഭൂരിപക്ഷ പാർട്ടികളുമൊക്കെ രൂപപ്പെട്ട് വരുന്നു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഡെൻമാർക്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടോപ്പിക്ക് കഴിഞ്ഞു. ഇത് താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മെമ്പർഷിപ്പ് ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബ് നൽകുന്നൊരു ഓപ്ഷനാണ്. ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള മെമ്പർഷിപ്പ് എമൗണ്ടുകൾ അടച്ചുകൊണ്ട് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം നമ്മുടെ ചാനലിൽ. മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും വീഡിയോകളൊക്കെ തന്നെ കുറേ കൂടി നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. അതല്ല, നിങ്ങൾക്ക് നേരിട്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ താഴെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി അറിയിക്കട്ടെ. കൂടാതെ ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നതിനല്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടത്. നമ്മൾ മറ്റൊരു ചാനൽ കൂടിയുണ്ട് നമുക്ക്. അതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അങ്ങനെ അടിച്ചു കൊടുത്താൽ മാത്രമേ അത് യൂട്യൂബിൽ കിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് പൊതുബോധത്തിനും അപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ് ആ ചാനലിലെ പേരെന്ന് പറയുന്നത്. മലയാളത്തിൽ ഞാൻ പറഞ്ഞു, പൊതുബോധത്തിനും അപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. അതിലേറ്റവും ആദ്യത്തെ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ഏതാണ്ട് 4 ആഴ്ചകൾക്ക് മുമ്പാണ് ഇട്ടത്. ആ പോഡ്കാസ്റ്റിന് വലിയ ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. 16,000 പേർ കണ്ടു കഴിഞ്ഞു. അതൊരു ചെറിയ പോഡ്കാസ്റ്റ് അല്ല, 1 മണിക്കൂർ 44 മിനിറ്റുമുള്ള വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റാണ്. ആ പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്ന വിഷയം എന്ന് പറയുന്നത് 2021 വലിയ വോട്ടുകൾ നേടിക്കൊണ്ട് 2% കൂടുതൽ വോട്ടുകളും 8ഓളം സീറ്റുകൾ കൂടുതൽ നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് വന്ന പിണറായി വിജയൻ്റെ ഇമേജ് ഇടിച്ചു തകർക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും നടത്തിയിട്ടുള്ള ഗൂഢാലോചനകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി കേരളത്തിൽ മറ്റാരും പറയാത്ത ഒരു പോഡ്കാസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. അടുത്ത പോഡ്കാസ്റ്റിൽ നമ്മൾ കുറേ കൂടി ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് VD സതീശൻ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് വളരെ ജനകീയനായ ഒരാളായി അധികാരമേറ്റെടുത്തിട്ടും അദ്ദേഹം അതിനുശേഷം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കി അധികാരമേറ്റെടുത്തതിന് ശേഷവും ഒട്ടും ജനപ്രിയകരമല്ലാത്ത പല BJP അനുകൂല അപ്പോയിൻമെൻറ്റുകളും നടത്താൻ നിർബന്ധിതരായത്, എന്തുകൊണ്ടാണ് പല കമ്പനികൾക്കും വേണ്ടി അദ്ദേഹം ടാക്സുകൾ കുറച്ചു കൊടുക്കാൻ തയ്യാറായത്, ബക്കാടി അടക്കമുള്ള എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന, അതിൻ്റെ കാരണങ്ങളിലേക്ക് നയിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തത് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പോഡ്കാസ്റ്റാണ്. പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും ഹൈക്കമാൻഡിന് ഇഷ്ടമില്ലാതിരുന്നിട്ടും ഭൂരിപക്ഷ പാർട്ടിയിൽ തന്നെ വലിയ പിന്തുണയില്ലാതിരുന്നിട്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് ആര് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള
ചില രൂപരേഖകൾ നിങ്ങൾക്ക് കിട്ടും ആ പോഡ്കാസ്റ്റ് കണ്ടാൽ. ആ പോഡ്കാസ്റ്റ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ BCC വിത്ത് രതീഷ് ചക്രപാണിയിൽ പോകാനും അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ആദ്യത്തെ പോഡ്കാസ്റ്റ് കാണാത്തവർ തീർച്ചയായിട്ടും അതുകൂടി കാണണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനുവേണ്ടി ആ പോഡ്കാസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി കുറേ കൂടി ചിലവുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് ചോദിച്ചിട്ടുള്ളത്. ചെയ്യാൻ കഴിയുന്നവർ ചെയ്താൽ മതി, ഇനി കഴിയാത്തവരും അതോർത്ത് വിഷമിക്കേണ്ട. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കാണുകയും വീഡിയോകൾ കാണുകയും താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്യുക. നിങ്ങളുടെ വിമർശനങ്ങളെയും വളരെ കൃത്യമായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള വിമർശനങ്ങളെയും ഞാൻ വളരെ വിനയത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു.